فتكون للشيطان وليا യാ അബത്തി എന്റെ പൊന്നുവാപ്പ ഇവിടെ പ്രശ്നമുണ്ടാക്കാനല്ല, നിങ്ങൾ പോകുന്ന വഴിക്ക് പോയിക്കോട്ടെ എന്ന് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ആരാധിക്കുന്നവരെ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ സ്വീകരിച്ച നിലപാടുകളോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? പൊന്നു പിതാവേ, ഇന്നീ അഖാഫു, ഞാനിതാ ഭയപ്പെടുന്നു, അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണികന്റെ ശിക്ഷ പൊന്നുവാപ്പ നിങ്ങൾക്ക് വരുന്നത്. പുത്രനായ എനിക്ക്, നിങ്ങളുടെ ചോരയിൽ ജനിച്ച എനിക്ക്, മകനായ എനിക്ക് സഹിക്കാവുന്നതല്ല. അതുകൊണ്ട് ഇന്നീ അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയ, നിങ്ങൾ പിശാചിന്റെ വലിയായി തീരും. പിശാച് നിങ്ങൾക്ക് മിത്രമായി തീരും. പിശാച് നിങ്ങൾക്ക് കൂട്ടുകാരനായി തീരും. സഹോദരങ്ങളെ, ആനമങ്ങാട്ടുള്ളവരോട് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദം കേട്ടവരോട് ഈ നാളുവരെ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, കൂടി നിൽക്കുന്ന ഒരു മഹല്ലിൽ പിളർപ്പുണ്ടാക്കാനല്ല, നിങ്ങളുടെ മുഴുവനും വിമർശനങ്ങളും വാക്കുകളും കുത്തുകളും പരിഹാസങ്ങളും കേട്ട് ജീവിക്കുന്നതിൽ ആനന്ദമുണ്ടായിട്ടല്ല, നിങ്ങളോടുള്ള രോഗങ്ങളെ വീഴ്പ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ടായിട്ടല്ല, നിങ്ങളോടും കുടുംബങ്ങളോടും പിണങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾക്ക് കിട്ടാത്തതൊന്ന് വിദേശത്തിൽ നിന്നോ, നിങ്ങൾക്ക് കിട്ടാത്തതൊന്ന് കുത്തുവയിൽ നിന്നോ, നിങ്ങൾക്ക് കിട്ടാത്തതൊന്ന് കാസറ്റിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടി. അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് സ്വീകരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. എല്ലാവരുടെയും മയ്യത്ത് നിങ്ങൾ കുഴി അനുവദിക്കുമ്പോഴും ഞങ്ങളുടെ മയ്യത്ത് പള്ളിയുടെ ഹൗലുകരയിൽ അപമാനിച്ചാലും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത വിധം ഞങ്ങൾക്ക് മനസ്സിലായി പോയി സഹോദരന്മാരെ, ഇത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി സഹോദരങ്ങളെ, ഇത് ശരിയാണെന്ന്. അതുകൊണ്ട് വാപ്പ പിണങ്ങിയാലും ഉമ്മ വാവിച്ചു കരഞ്ഞാലും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നിവർത്തിയില്ല. കാരണം അത് ഈമാനിന്റെ ഭാഗമാണ്. കേട്ടോ, ലാ യുമിനു അഹദുക്കും, മുഅ്മിനാകാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് പ്രിയപ്പെട്ടവനായി തീരണം. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പ്രിയപ്പെട്ടവരാവണം. സഹോദരങ്ങളെ, എന്നെ ഗർഭം ചുമന്ന ഉമ്മയേക്കാൾ, എനിക്ക് പാല് തന്ന ഉമ്മയേക്കാൾ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പയേക്കാൾ, എന്റെ കല്യാണത്തിൽ ഒരുമിച്ച് വരുന്ന നാട്ടുകാരെക്കാൾ, എന്റെ മയ്യത്തിന്റെ കട്ടിലിന്റെ കാല് പിടിക്കുന്ന സുഹൃത്തുക്കളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവരാരാണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂലാണ്. സ്വന്തം പിതാവിനേക്കാൾ, സ്വന്തം പുത്രനേക്കാൾ, ലോകത്തുള്ള സർവരെക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരെ നാട്ടുകാരൊന്നിച്ചു പറഞ്ഞാലും കുടുംബക്കാരൊന്നിച്ചു തീരുമാനിച്ചാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളും അഭിനാവും, നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ ഇണകളും, നിങ്ങളുടെ കുടുംബങ്ങളും, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന കച്ചവട സ്ഥാപനങ്ങളും, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകളുമാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും റസൂലിനെക്കാളും പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പമാരാണെങ്കിൽ, നിങ്ങളുടെ മക്കളാണെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളാണെങ്കിൽ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭവനങ്ങളാണെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ താക്കീതിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. പള്ളി ഇമാമിന്റെ താക്കീതിനേക്കാൾ, പള്ളി മഹല്ലത്തിന്റെ താക്കീതിനേക്കാൾ, വാപ്പയുടെ താക്കീതിനേക്കാൾ ഞങ്ങൾക്ക് പേടിയുണ്ട്. കാത്തിരുന്നോ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത്, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് കാത്തോ. നിനക്ക് വലുത് നിന്റെ വാപ്പയാണെങ്കിൽ, നിനക്ക് വലുത് നിന്റെ മകനാണെങ്കിൽ,
നിനക്ക് വലുത് നിന്റെ കുടുംബമാണെങ്കിൽ, നിനക്ക് വലുത് നിന്റെ ബിസിനസ് ആണെങ്കിൽ, നിനക്ക് വലുത് ആനമങ്ങാട്ടിലെ കച്ചവട സ്ഥാപനമാണെങ്കിൽ, നിനക്ക് വലുത് നാട്ടിൽ കെട്ടിപ്പൊക്കിയ നിന്റെ വീടാണെങ്കിൽ, നിന്റെ സ്വൈര താമസമാണെങ്കിൽ, പതറപ്പെട്ടു ഇവിടെ നിനക്ക് നല്ലത് കിട്ടും, ഇവിടെ മഹല്ലുകാർ നിനക്ക് പൂമാല ചാർത്തും, ഇവിടെ ആളുകൾ വലിയ ജനാവലികൾ നിന്റെ ജനാദയുടെ കൂടെ വരും. പക്ഷേ കബറിൽ നിന്നെ കാത്തുകിടക്കുന്നുണ്ട്, പരലോകത്ത് നിന്നെ കാത്തുകിടക്കുന്നുണ്ട് റബ്ബിന്റെ ശിക്ഷ. സഹോദരങ്ങളെ, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്, നിങ്ങളുടെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, നാട്ടുകാർ കൂടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മയ്യത്ത് സംസ്കരിക്കുമ്പോൾ മുറ്റത്താളു നിറയാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എല്ലാവരെക്കാളും വലുത് അല്ലാഹുവിന്റെ റസൂലായത് കൊണ്ടാണ്. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. വിട്ടുവീഴ്ച ചെയ്യാൻ പ്രയാസമുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു ചരിത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഇത് പുതുമയുള്ളതല്ല. നിങ്ങൾക്കറിയുമോ, ഏറ്റവും ഒന്നാമത്തെ തിയറി സൊഫാക്കുന്നിന്റെ മനയിൽ കയറി കഅബാലയത്തിൽ നിറച്ചുവെച്ച ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ മഹത്മാരായ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുതെന്നും അള്ളാഹുവിനോടാണ് തേടേണ്ടതെന്നും വഹിയു സഫാ മലയിൽ കയറി ആദ്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയെ എതിർത്തതാരാണ് സഹോദരങ്ങളെ? അബൂജഹലല്ല. ശ്രദ്ധിക്കണം, അബൂജഹലല്ല. വാപ്പ മരിച്ചു പോയ അനാഥ ബാലനായി വളർന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിനു നേരെ ആദ്യമായി ശകാരം ചൊരിഞ്ഞതാര്? സുഹൃത്തുക്കളെ, ചോദിക്കൂ, മദ്രസിലെ കുട്ടികളോടെങ്കിലും ചോദിക്കൂ. മുഹമ്മദേ, നിനക്കു നാശം, നിനക്കു നാശം. പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ, മഹത്തുക്കളെ കൈയൊഴിക്കണമെന്ന് പറയാൻ, കഅബാലയത്തിൽ വെച്ച ഇബ്രാഹിം നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കരുതെന്ന് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കിട്ടിയത്? നാശം, ഇന്നു മുതൽ നിനക്കു നാശം. ഇന്നു മുതൽ നിന്റെ ശത്രുവായി ഞാനുണ്ട്. ഇന്നു മുതൽ നിനക്കെതിരെ പ്രവർത്തിക്കാൻ ഞാനുണ്ടെന്ന് അബ്ദുൽ മുത്തലിബിന്റെ മകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ പ്രഖ്യാപിച്ചത് ഖുർആനെന്ന് കേട്ടോ? ആ അബൂലഹബിനെതിരെ ശാപം വർഷിച്ചത് ആരാണ് സഹോദരങ്ങളെ? തടുക്കാനാടില്ല, തുണക്കാനാടില്ല, ഏറ്റെടുക്കാനാടില്ല. അല്ലാഹു ഏറ്റെടുത്തു പ്രവാചകന്റെ സംരക്ഷണം. അല്ലാഹു പറഞ്ഞു, തബ്ബത് യദാ അബീലഹബിൻ വതബ്ബ്, നശിക്കട്ടെ, നാശമടഞ്ഞിരിക്കുന്നു അബൂലഹബിന്റെ ഇരു കൈകളും. തബ്ബത് യദാ അബീലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു, പണമുണ്ടെന്നതാണോ ഈ വമ്പിന്റെ കാരണമെങ്കിൽ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അധികാരമോ പണമോ സ്വാധീനമോ ഉപകാരപ്പെടാത്ത വിധം നാശം അബൂലഹബിന് നാശം. സഹോദരങ്ങളെ, റസൂൽ തന്റെ നാവിലൂടെ ആ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. എടാപ്പക്കെതിരെയുള്ള ശാപവർഷങ്ങളുടെ വചനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിലൂടെ ജനങ്ങൾ കേട്ടു. ഞാനും നിങ്ങളും ഇന്നും അത് ഓതിക്കൊണ്ടിരിക്കുന്നു. അബൂലഹബിന് മാത്രമല്ല, വംറഅതുഹു ഹംബാരത്തുൽ ഹതബ് അവന്റെ ഭാര്യക്കുമുണ്ട് നാളെ പരലോകത്ത് നരകത്തിന്റെ ഈത്തപ്പന നാരുകൊണ്ടുള്ള കയറുകളുണ്ട്. സ്വന്തം എളാപ്പയാണ് എതിരായത്. ഇസ്ലാമിന്റെ കഥയാണ്. വിശുദ്ധ ഖുർആന്റെ തത്വങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ലോകാവസാനം വരെ പടച്ചവൻ പറഞ്ഞു കൊടുക്കാണ്. എന്ത്? കുടുംബങ്ങളും ബന്ധുക്കളും എതിരാവും. അല്ലെങ്കിൽ എളാപ്പനെ കൊണ്ട് പറയിപ്പിക്കണോ? ആദ്യം സഹോദരങ്ങളെ, ഈ ചരിത്രം ആർക്കുള്ള ചരിത്രമാണ്? ഞാൻ നിങ്ങളോട് പറയുന്ന സഹോദരങ്ങളെ, നുവർത്തില്ലാഞ്ഞില്ല, മനസ്സിലാക്കിയതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഒരു കൂട്ടം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുന്നു. ഒറ്റക്കിരുന്നിട്ടൊന്ന് പോയി ആലോചിച്ചു, വേറെ തോളിലും കുടിക്കാതെ ആലോചിച്ചു. സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരപാകത നിങ്ങൾ വായിച്ച ഖുർആനിനും നിങ്ങൾ പഠിച്ച ഹദീസിനും എതിരെ എന്തെങ്കിലും ഒരു കാര്യം ഈ കൂട്ടായ്മയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ സഹോദരങ്ങളെ സാധ്യമാക്കാം. ഇതെങ്ങനെ മനസ്സിലാക്കണം? നിങ്ങൾ വെറുതെ മനസ്സിലാക്കുന്ന കാര്യമല്ല.
നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ലോകത്തേത് സമയത്തും സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഏതാ ശരി, ഇവരതാ ശരി, ഓരോ ശരി, ചിലപ്പോൾ തോന്നുന്നു അതാ ശരി, ചിലപ്പോൾ തോന്നുന്നതാ ശരി. അങ്ങനെയൊന്നുമില്ല സഹോദരങ്ങൾ, അങ്ങനെയൊന്നും പടച്ചോ നമ്മളൊരവസ്ഥയിലാക്കിയിടൂല. സത്യം മനസ്സിലാക്കാനുള്ള ശരിയായ വഴി നമുക്ക് കാണിച്ചു തരികരുത്. ഏതാണ് ആ വഴി? എത്ര ക്ലിയർ ആക്കാം. ആർക്കെങ്കിലും ആഗ്രഹം ഈ നടക്കുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാൻ? ഇത് കൂടണേ തീരുമാനിക്കാൻ ഒരു പ്രശ്നമല്ല സഹോദരങ്ങൾ. ലോകാവസാനം വരെ ഇസ്ലാം നിലനിൽക്കുവാനും ഇതിനെ ശരി ജനങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി നമുക്ക് വെച്ച മാർഗം എന്താ അറിയുന്നത്? ഒന്നിത ഖുർആൻ. 1400 കൊല്ലം കഴിഞ്ഞിട്ടും സഹോദരങ്ങളെ ഒരു മാറ്റമില്ലാതെ ഖുർആൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ശരിയും തെറ്റും അറിയാതെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്നവരോട് നമ്മൾ ചോദിക്കാറുള്ളത് തുടക്കം മുതൽ അവസാനം വരെ ഒറ്റവട്ടം വായിച്ചു മനസ്സിൽ മലയാള പരിഭാഷയോടുകൂടെ വായിച്ച് തീർന്നവർ പറയും സഹോദരങ്ങളെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഈ നാട്ടിൽ നടക്കണമൊക്കെ ശരിയാണെന്ന് തോന്നിയത് വായിച്ചില്ല സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആശയക്കുഴപ്പം. വായിച്ചില്ല. എത്രമാത്രം നടക്കുന്നത് ഫാത്തിഹ സൂറത്തിന്റെ ഒരു പരിഭാഷ പോലും മുഴുവൻ വായിക്കണമെന്ന് തോന്നിയില്ല മനസ്സിൽ. വിശുദ്ധ ഖുർആനെ പറ്റി ഖുർആൻ എന്താ പറയുന്നത് സഹോദരങ്ങളെ? ഓരോ അക്ഷരത്തിനും പുണ്യമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ എന്താ ഖുർആന്റെ അള്ളാഹുക്ക് ഒരു പേര് മൗഇലത്ത് എന്ന് പറഞ്ഞാൽ സദുപദേശം. അള്ളാഹു നമുക്ക് തന്ന ഉപദേശം. സഹോദരങ്ങളെ, ഉപദേശം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകണ്ടേ നമുക്ക്? പടച്ചോന് നമ്മളോട് പറയാനുള്ള കാര്യം ഖുർആനിലുണ്ട്. പടച്ചവൻ പറഞ്ഞതല്ലേ ശരി സഹോദരങ്ങളെ. നാട്ടുകാർ പറഞ്ഞതോ ശരി, ആളുകൾ പറഞ്ഞതോ ശരി, സുഹൃത്തുക്കൾ പറഞ്ഞതോ ശരി, മാസികയിൽ കണ്ടതോ ശരി, അള്ള പറഞ്ഞതാണ് ശരി. സ്വദഖല്ലാഹുൽ അദീം. ഏറ്റവും വലിയ സത്യം പറഞ്ഞവൻ അല്ലാഹു. വബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഈ ഖുർആൻ കഴിഞ്ഞാൽ വേറെ ഏത് മഹാനങ്ങളെയാണ് അവർ വിശ്വസിക്കുന്നത്? ഖുർആനേക്കാളും വിശ്വസിക്കാൻ പറ്റിയ വേറൊരു വർത്തമാനമുണ്ടോ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ എടുത്തു വായിച്ചു നോക്കിയാൽ ഞമ്മക്ക് കണ്ട് മനസ്സിലാവും എന്തറിയങ്ങള്. ഇതെന്തായിരുന്നാലും നമ്മൾ ചെയ്യുന്നതിൽ എന്തോ ചെറിയ തെറ്റുകളുണ്ട്. എവിടുന്നാണ് മനസ്സിലാവുക അറിയങ്ങള്? ഖുർആന്റെ ആദ്യ അവസാനം വരെ നമുക്ക് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ഇങ്ങനെ കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ഇബ്രാഹിം നബിയെ കുറിച്ച്, ഇസ്മായിൽ നബിയെ കുറിച്ച് എത്ര മനോഹരമായി സൂറത്ത് മറിയം ഇങ്ങനെ ഓതിയാ മതി. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. കഴിഞ്ഞാ പിന്നെ വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. ഓരോ പ്രവാചകന്മാരെ പക്ഷെ അതിങ്ങനെ വായിക്കുമ്പോ നിഷ്പക്ഷമതിയായ ഒരു തന്നെ മനസ്സിൽ ഇങ്ങനെ വരും. അല്ല, ഈ പ്രവാചകന്മാരൊക്കെ ദ്വയറുന്നതും പ്രാർത്ഥിച്ചതും അള്ളാഹിനോടാണല്ലോ. ഇബ്രാഹിം നബി കുട്ടിനെ കിട്ടാതിരുന്നപ്പോൾ ഇബ്രാഹിം നബി വിളിച്ചത് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബേ സാലിഹായ ഒരു സന്താനത്തെ തരണം. ഖുർആനെ വായിച്ചപ്പോ യൂനുസ് നബി അലൈഹി ഇസ്ലാം കടലിൽ വീണപ്പോ വിളിച്ചത് എന്താ സഹോദരങ്ങളെ? വനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബിനെയാണല്ലോ വിളിച്ചത്. എത്ര റബ്ബന 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 എന്ന് നിരന്തരമായ വിളി സഹോദരങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിങ്ങനെ വായിക്കുന്നത് പോരെ? ഈ പ്രവാചകന്മാരും പൂർവികന്മാരും ഒക്കെ വിളിച്ചത് പടച്ചോനാണെങ്കിൽ പടച്ചോനെ വിളിച്ചാൽ പോരേന്നിങ്ങനെ. പിന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കടക്കുമ്പോൾ വീണ്ടും വീണ്ടും ഖുർആൻ ഇങ്ങനെ ഓതിയൊക്കെ കാണാൻ പറ്റും. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിവിഴച്ചവനാരാണുള്ളത്?
ഖിയാമത്ത് നാൾ വരെ വിളിച്ചാൽ കേൾക്കാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാളും വഴിവിളച്ചവൻ ആരാണുള്ളത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധരാകുന്നു. സഹോദരങ്ങളെ, ആയത്തിൽ ഇങ്ങനെ കേൾക്കാറ്, ഖുർആൻ ഇങ്ങനെ വായിച്ചപ്പോൾ കാണുന്നത് വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബിതാ പറയുന്നു, ഉദ്ഉനി, എന്നോട് ദുആയിരക്കൂ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അഹങ്കരിക്കുന്നവനാരോ, വഹും അൻ ദുആഇ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാരോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്നിലായി നരകത്തിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, പടച്ചവനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂ. പടച്ചവനോടാണ് പ്രവാചകന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത്. അങ്ങനെ നീ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഖുർആന്റെ അർത്ഥം അങ്ങനെ വായിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കാണ്, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ, ഇന്നമാ അദൂ റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ. മുഹമ്മദ് നബിയുടെ ചുണ്ടുകളെ കൊണ്ട് അല്ലാഹ് വിളിച്ചിട്ടില്ല. ഇതൊക്കെ വായിച്ച സഹോദരങ്ങളെ, അപ്പുറത്തെ പെട്ടികൾ അങ്ങനെ ഓമാൻ ശ്രോതാക്കളെ നേരത്തെ ഇങ്ങനെ കാണുമ്പോൾ ഇവരെ വിളിക്കാൻ പറ്റും. ഞാൻ വായിച്ച ഖുർആൻ പ്രകാരം വയസ്സായ നമ്മുടെ മാതാപിതാക്കൾ ബദരീങ്ങളെ മമ്പറം തങ്ങളെ വിളിക്കും, മനസ്സിനുള്ളത് മങ്ങളാണ് വിളിക്കേണ്ടത്. കാരണം ഖുർആൻ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടത് പടച്ചോനെ മാത്രമേ വിളിയുള്ളൂ. ഒരു പ്രവാചകനെ വിളിക്കുന്ന ഒരു വിളി പോലും ഖുർആനിലില്ല എന്ന് സഹോദരങ്ങളെ, ഖുർആൻ ഒരു വട്ടം വായിച്ചോര് മനസ്സിലാവും. വായിക്കാത്ത പ്രശ്നമുള്ളൂ. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇനി അതൊന്നും വേണ്ട സഹോദരങ്ങളെ, 23 കൊല്ല കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മഹാന്മാരായ സ്വഹാബത്തും പണ്ഡിതന്മാരും അതുപോലെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഒന്നും വേണ്ട. ഹദീസിന്റെ മുഴുവൻ പുസ്തകം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നബി സ്വല്ലല്ലാഹു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനന്റെ ഒരു പുസ്തകം വാങ്ങാം. പ്രാർത്ഥനന്റെ ഒരു പുസ്തകം, ദുആന്റെ ഒരു പുസ്തകം. സഹോദരങ്ങളെ, റസൂലുള്ള പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന, അല്ലാഹു വല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ വേറുള്ളവർ മുഖേനയുള്ള ഒരു പ്രാർത്ഥന, അതുപോലും കാണാതിരിക്കുമ്പോ സഹോദരങ്ങളെ, സത്യസന്ധരും നിഷ്കളങ്കരുമായ ഒരാൾ മനസ്സുകൊണ്ട് ആലോചിക്കുന്നത്, ഞാൻ ഈ പ്രാർത്ഥനയുടെ പുസ്തകം മുഴുവൻ വായിച്ചിട്ടും അതിൽ മുഹമ്മദ് നബിയോടൊരു പ്രാർത്ഥനയോ ഇബ്രാഹിം നബിയോടൊരു പ്രാർത്ഥനയോ കാണുന്നില്ല. ഒക്കെ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. നാഥാവിന്റെ നാമത്തിലാണ് ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും, അവങ്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് ഒരുക്കി തന്നവൻ മഹാപരിശുദ്ധനാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅ്തു ലഗ്രി ഇലൈക. പടച്ചവനോടാണ് ഓരോ വാക്കും ഉറങ്ങാൻ കിടക്കുന്നവൻ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ, ഞാൻ എന്റെ നഫ്സിനെ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. വവജ്ജഹ്തു വജ്ഹി ഇലൈക, നിന്നിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചുവിട്ടിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളെ ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വഅൽജഅ്തു ലഗ്രി ഇലൈക, എന്റെ പാർശ്വഭാഗം ഇതാ നിന്നിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. റഗ്ബതൻ വറഗ്ബതൻ ഇലൈക, നിന്നിലേക്കുള്ള ആഗ്രഹം കൊണ്ട്, നിന്നിലേക്കുള്ള ഭയത്തോടുകൂടെ. ശ്രദ്ധിച്ചു കേട്ടോ സഹോദര, റസൂലുള്ള പഠിപ്പിച്ച ഒരു ദുആ, 4 ദുആയുടെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക് സുഹൃത്തേ. അല്ലാഹുവോടല്ലാതെ ദുആയില്ലെന്ന് മനസ്സിലാകും. ലാ മൻജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, നിന്നിൽ നിന്നല്ലാതെ, നിന്നിലേക്കല്ലാതെ രക്ഷാസങ്കേതമില്ല, രക്ഷാസ്ഥാനമില്ല.
ഏത് പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ എന്തേ പറഞ്ഞു നമ്മളെ മലയാളത്തിന്റെ വർത്താനം കേൾക്കണം എന്നല്ല നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഖുർആൻ എടുത്ത് വായിച്ചിട്ട് നമ്മൾ ഈ പറയുന്നതാണോ നമ്മൾ ചെയ്യുന്നതാണോ ശരിയെന്ന് സഹോദരങ്ങളെ ആലോചിച്ചു. ഇതിപ്പോ അങ്ങനെയുണ്ട്. ഓരോരുത്തരും അവനവന് തോന്നുന്ന പോലെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റിയ ഒരു സംഗതിയാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം സഹോദരങ്ങളെ. 4 പിന്നെ തുണിഷോപ്പ് ഉണ്ടെങ്കിൽ അനക്കിഷ്ടല്ലോടത്ത് പോയി എടുത്ത ബുദ്ധിയിൽ നമുക്ക് പറയാൻ സഹോദരങ്ങൾ. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ എന്നൊരു ദീനിന്റെ കാര്യമാകുമ്പോൾ അനക്ക് തോന്നിയ മാതിരി ചെയ്തോ എന്ന് പറയാനേ നമുക്ക് പറ്റൂല, ആർക്കും പറ്റൂല. എങ്ങനെ പറ്റുള്ളൂ? നിസ്കരിക്കണമെങ്കിൽ ഞാൻ നിസ്കരിച്ചത് പോലെ റസൂലുള്ള പറഞ്ഞ ഹജ്ജ് ചെയ്യുമ്പോഴോ വന്നോലൊക്കെ തോന്നിയ മാതിരിയ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എല്ലാതും അങ്ങനെ. ഇസ്ലാമിൽ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനകൾ. ഒന്ന് സഹോദരങ്ങളെ തൗഹീദുള്ളവനായി, ശിർക്ക് ചെയ്തവന്റെ ഒരു അമലും ശിർക്ക് ചെയ്തവൻ കോടിക്കണക്കിന് രൂപ സ്വതക്ക കൊടുത്താലും പടച്ചോന് അവൻ 1000 കൊല്ലം നിസ്കരിച്ചാലും പടച്ചോന് വേണ്ട. നമ്മൾ പറയാ അല്ല വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക മുഹമ്മദ് നബിയെ നിനക്കു ഞാൻ വഹി തന്നതും നിനക്കു നാം ദിവ്യ സന്ദേശം തന്നതും വഇലല്ലദീന മിൻ ഖബ്ലിക നിനക്ക് മുമ്പുള്ളവർക്ക് നാം അറിയിച്ചു കൊടുത്തതും എല്ലാം ഒരൊറ്റ ആശയമാണ്. എന്താണ് സഹോദര ആ ആശയം? കേട്ടോ. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക നീ തന്നെ ശിർക്ക് ചെയ്താലും മുഹമ്മദ് നബിയെ നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകൾ നിഷ്ഫലമായി പോകും, നിന്റെ പ്രവർത്തനങ്ങൾ പാഴായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. സഹോദരങ്ങളെ അതാണ് പ്രശ്നം. എന്തേ ദുആയിരക്കാൻ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ദുആയിരന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ ഞങ്ങൾ പറയും സഹോദരങ്ങളെ ഇലാ ഹദ്റത്തിൽ ഔലിയാഇ വൽ അംബിയാഇ വശുഹദാഇ ശുഹദാക്കളുടെ ഹദ്റത്തിലേക്ക്, അംബിയാക്കളുടെ ഹദ്റത്തിലേക്ക്, ബദരീങ്ങളുടെ ഹദ്റത്തിലേക്ക്, മമ്പുറം തങ്ങളുടെ ഹദ്റത്തിലേക്ക്, അതേപോലെ മടവൂരിലെ ശേഖിന്റെ ഹദ്റത്തിലേക്ക് എന്ന് പറഞ്ഞു ദുആയിരന്നാൽ ആമീൻ പറയാൻ കുറച്ചു മനോവേദനയുണ്ട് സഹോദരങ്ങളെ. എന്നാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, റബ്ബേ എന്ന് നിങ്ങൾ വിളിച്ച് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ പറയാൻ നമുക്ക് മടിയില്ലല്ലോ. ആമീൻ പറയാൻ മടിയില്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഉറപ്പ് തരീം സഹോദരങ്ങളെ, നമ്മൾ വിളിക്കും, പങ്കെടുക്കും, നിക്കാഹ് നടത്തുക ചെയ്യുന്ന സദസ്സുകളിൽ ഇതിലേക്കൊന്നും ഹദ്റത്തിലേക്കില്ല, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മാത്രമാണെന്ന് സഹോദരങ്ങളെ കേൾക്കുന്നവർ പറയട്ടെ, ചൊല്ലുന്നവർ പറയട്ടെ. നമുക്ക് ആലോചിക്കാം. പ്രശ്നം അവിടെയാണ് സഹോദരങ്ങളെ. ഇത് വിട്ടുവിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. ശിർക്കും തൗഹീദുമല്ലേ? അല്ലാഹുവല്ലാത്ത ഒരാളുടെ പേരിൽ ഒരു പൈസ നേർന്നാൽ അമല് പോയി എന്നാണ് സഹോദരങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിയത്. ബാക്കിയുള്ള അങ്ങനെ മനസ്സിലാക്കുന്നത് നമുക്ക് നിർബന്ധമല്ല. അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ച കൊടുക്കാൻ പറ്റൂല. അങ്ങനെ വിശ്വാസം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആര് നിർബന്ധിച്ചാലും നമുക്ക് പറ്റുമോ? ആ ഇറച്ചി കൊണ്ടുവന്നാൽ വാങ്ങില്ലെന്ന് പറയുമ്പോൾ നാട്ടിന് പറ്റാത്തവൻ എന്ന് പറഞ്ഞാൽ പറ്റൂ സഹോദരങ്ങളെ? നമുക്ക് തിന്നാൻ പറ്റൂല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, അള്ളാഹുവിന്റെ പേരല്ലാത്ത പേരുകൾ പറയപ്പെടുന്ന അറിവുകളിൽ നിന്നും ഭക്ഷിക്കുവാൻ നമുക്ക് പറ്റൂല. വിസ്മി ചൊല്ലില്ല നല്ല സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. വിസ്മി ചൊല്ലിട്ട് കാര്യമില്ല. ആ ഇറച്ചിന്റെ ഇന്നലത്തെ ഇറച്ചിനേക്കാളും എന്താ അതിന്റെ പ്രത്യേകത? അത് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ ബദർ എന്ന പ്രദേശത്ത് വെച്ച് നടന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാത്മാക്കളുടെ പേരിൽ അവർ ആ ബദർ നടന്ന ദിവസത്തിൽ അറുത്ത പശുവിന്റെ അല്ലെങ്കിൽ ആടിന്റെ മാംസാണ്. അത് വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു ബർക്കത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ ഒരു ആരാധന കടന്നു വരും.
അത് എന്നും അറക്കുന്ന ഇറച്ചിക്കടയിൽ നിന്ന് വാങ്ങണ 1 കിലോ ഇറച്ചിയോടെ കാണാൻ നമുക്ക് പറ്റൂല. അവിടെ എന്ത് ആ മഹാന്മാരിൽ നിന്ന് ഹൈറും ഷർറും പ്രതീക്ഷിക്കുന്നു. അത് തിന്നാതിരുന്നാൽ ഗുരുത്തക്കേട് കിട്ടും, തിന്നാലോ ഗുരുത്തം കിട്ടും. ഗുരുത്തക്കേടും ആരിനെ വരുള്ളൂ സഹോദരങ്ങളെ. ഈ മാങ്കാര്യങ്ങൾ 6 കേട്ടോളി. അതിലൊന്ന് ഹൈറും ഷർറും അല്ലാഹുവിന്റെ പക്കൽ നിന്നും മാത്രം. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, മൻ നദറ ലിഗൈരില്ല, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. സഹോദരങ്ങളെ, ഒരു നഷ്ടം പറ്റാല്ല. വേറെ ആർക്കും നേർച്ച കൊടുത്തില്ലെങ്കിൽ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. പക്ഷെ അല്ലാഹുവല്ലാത്തവർക്ക് കൊടുത്താലോ അതുകൊണ്ട് പലതും സംഭവിക്കാൻ. സഹോദരങ്ങളെ, ഞങ്ങൾ ഇത് പറയുന്നതിനെച്ചാൽ നിങ്ങൾ ഇതിക്ക് പൂർണ്ണം വിചാരിച്ചിട്ടോ ചേർന്നതൊക്കെ നമ്മൾക്ക് സ്വന്തം തീരുമാനിക്കാം. പക്ഷേ എന്തിനത്ര വാശി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ മറുപടി പറയണം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിത് വാശി പിടിക്കുന്നത് നമ്മളെ പരലോകത്തിന്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടോളൂ. കയ്യിലോ കാലിലോ കിടക്കുന്ന ഏലത്തിന്റെ ഇന്നു രാത്രി പോയി ബ്ലേഡ് കൊണ്ട് മുറിച്ച് താരത്തിട്ടോ അല്ലാതെ മരണപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, ഞങ്ങൾ മനസ്സിലാക്കിയ ഹദീസനുസരിച്ച് രക്ഷയില്ല കേട്ടോ. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ഏതൊരുത്തൻ ഏലത്ത് കിട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. എന്തേ സഹോദരങ്ങളെ പറ്റി? പാരസെറ്റമോളിന്റെ ഗുളിക വീട്ടിലുള്ള പോലെയല്ല. നീ വന്നപ്പോൾ കറുത്തതോ വെളുത്തതോ ആയ നൂല് കയ്യിൽ കെട്ടിയപ്പോൾ നാം വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ആ നൂല് തന്നവൻ മഹാനാണ്, ആ നൂല് തന്നവന് മഹത്വമുണ്ട്. ആ നൂലെന്റെ കയ്യിൽ കിടന്നാൽ, ആ ഏലത്തിന്റെ കയ്യിൽ കിടന്നാൽ എനിക്കരുതാത്തതൊന്നും വരികയില്ല, ഞാൻ പേടിച്ച് വിറക്കയില്ല, എനിക്ക് പനി വരികയില്ല എന്ന് വിചാരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു നൂലിന്റെ കഷ്ണത്തിൽ നാം മുക്തി ലഭിച്ചു, അതിൽ വരവേൽപ്പിച്ചു. അതിൽ നിന്ന് ഹൈറും ഷർറും നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു വിശ്വാസം ചെയ്താൽ മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ആരു ഏലത്തിൽ കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, അത് സഹീഹാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാൻ വിശ്വാസമുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി തീരുമാനിച്ചതിന് ശേഷം വിളിച്ചിട്ടാൽ മതി. ഹദീസിന്റെ അർത്ഥവും ഹദീസിന്റെ ആശയവും ചോദിച്ചറിയുക. അതുകൊണ്ടാണ് അത് പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞത്. വാശിക്ക് വേണ്ടിയല്ല സഹോദരങ്ങളെ, ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയല്ല. ഖുർആനും ഹദീസും വായിച്ചവർക്ക് മനസ്സിലാകും. ഇനി കേൾക്കണോ സഹോദര, കാലങ്ങളേറെ പിന്നിട്ടു അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് വഫാത്തായി മറഞ്ഞു പോയിട്ട് നൂറ്റാണ്ടുകളേറെ പിന്നിട്ടു. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാലങ്ങൾ പിന്നിടുമ്പോൾ, കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന് പഠിപ്പിച്ചു വെച്ച ആ വിശ്വാസങ്ങൾ ജനങ്ങൾ ആചരിച്ചു വരുമ്പോൾ അതിൽ തകരാറുകൾ സംഭവിക്കും, അതിൽ മാറ്റങ്ങൾ സംഭവിക്കും, അതിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. സഹോദരങ്ങളെ, തെറ്റേതാണ് ശരിയേതാണെന്ന് അറിയാനുള്ള മാർഗം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദര, ആ മാനദണ്ഡം വെച്ച് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി പരിശോധിക്കൂ. നിങ്ങൾ സ്വന്തമായി ചിന്തിക്കൂ. എന്താണ് ആ മാനദണ്ഡം? സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഓരോ വചനങ്ങളും ഖുർആനിന്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളും നോക്കി നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മത്തുണ്ട്. ആ ഉമ്മത്തിന്റെ പേരാണ് സ്വഹാബത്ത്. അവർക്കുള്ള പ്രത്യേകത കേൾക്കണോ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നേരിട്ടു കണ്ട മഹാഭാഗ്യവാന്മാർ, ഇസ്ലാമിന്റെ വിശ്വാസത്തെ കലർപ്പില്ലാതെ കണ്ട മഹാഭാഗ്യവാന്മാർ, അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇസ്ലാമിന്റെ നമസ്കാരത്തെ കണ്ടവർ, ഇസ്ലാമിന്റെ നേർച്ചയെ കണ്ടവർ, ഇസ്ലാമിന്റെ ആഘോഷങ്ങളെ കണ്ടവർ, ഇസ്ലാമിന്റെ ആരാധനകളെ കണ്ടവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ച പേര് കേൾക്കണോ? ജനങ്ങളിൽ ഉത്തമരാണ്. എന്നെക്കാളും നിങ്ങളെക്കാളും ഉത്തമർ, നമ്മെ നയിക്കുന്ന പണ്ഡിതന്മാരെക്കാളും ഉത്തമർ, നാം സ്വീകരിക്കുന്ന ഇമാമിങ്ങളെക്കാൾ ഉത്തമർ, ലോകത്ത്
വന്ന സർവ്വ പണ്ഡിതന്മാരെക്കാളും ഉത്തവർ അവരാണ് സഹാബത്ത്. അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ അൻഫഖ്തും മിസ്ല ഉഹുദിൻ ദഹബാ, നിങ്ങൾ ഒരു ഉഹുദ് മലയുടെ അത്ര സ്വർണം നിങ്ങൾ ചിലവഴിച്ചാലും സ്വഹാബത്തിന്റെ കാലശേഷം ഒരു കോടീശ്വരൻ ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ആ സ്വഹാബത്ത് കൊടുത്തൊരു മുത്തില്ലേ, അത്രത്തോളം പ്രതിഫലം പോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, എന്തേ അവർക്ക് പ്രത്യേകത? ഇനിയും കേട്ടോ, ഖുർആനിൽ നിന്ന് കേട്ടോ, സൂറത്തു തൗബയിൽ നിന്ന് കേട്ടോ, 100-ാമത്തെ ആയത്തിൽ നിന്ന് കേട്ടോ സ്വഹാബത്തിന്റെ മഹത്വം. أولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه والسابقون الأولون من المهاجرين والأنصار മുഹാജിറുകളിലും അൻസാരികളിലും പെട്ടവർ, മക്കത്ത് നിന്ന് ഹിജ്റ പോയവർ, മദീനത്തിൽ അവരെ സ്വീകരിച്ച അൻസാറുകൾ. എന്താണ് അവരുടെ പ്രത്യേകത സഹോദരങ്ങളെ? അവർക്ക് വഹിയില്ലെന്ന് നമുക്കറിയാം, അവർ പ്രവാചകന്മാരെന്ന് നമുക്കറിയാം. പക്ഷേ റസൂലുള്ളയെ കണ്ടവരാണവർ, റസൂലുള്ളാന്റെ വിശ്വാസം നേരിട്ട് കേട്ടവരാണവർ. അതുകൊണ്ട് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിന് അവരെ തൃപ്തിയാണ്, അല്ലാഹുവിന് അവർക്കും തൃപ്തിയാണ്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കും. അഅദ്ദല്ലാഹു ലഹും ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം ആ സ്വഹാബത്തിനുണ്ടെന്ന് അല്ലാഹു സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എന്തു ചെയ്യണം? നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം എന്നതിന് ആദ്യം റസൂലുള്ള പറഞ്ഞത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളെ ഉപദേശിച്ചു. റസൂലുള്ള ഞങ്ങൾക്ക് ഒരു ഉപദേശം തന്നു. ആ കണ്ണുകൾ ചുമന്നിരുന്നു, ആ മുഖത്ത് ഗൗരവഭാവം വേദിച്ചിരുന്നു. ഞങ്ങൾ പേടിച്ചു പോയി, ഇത് മരണസമയത്തുള്ള ഉപദേശമാണോ, അല്ലാഹുവിന്റെ റസൂൽ വേർപ്പെടുകയാണോ, അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചോദിക്കുകയാണോ? ഞങ്ങൾ ഭയപ്പെട്ടു. ഞങ്ങൾ റസൂലുള്ളയോട് പറഞ്ഞു, റസൂലേ, ഇതൊരു യാത്ര പോകുന്നവന്റെ മരണമാസന്നമായ ഉപദേശം പോലെ തോന്നുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔസിനാ, അങ്ങനെയെങ്കിൽ റസൂലേ, ഞങ്ങൾക്കൊരു വിലപ്പെട്ട ഉപദേശം തരൂ, താങ്കൾക്ക് ശേഷം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശം തരൂ. സുഹൃത്തേ, കേട്ടോ, ഇത് എല്ലാവർക്കും കേൾക്കാനുള്ളതാണ്. റസൂലുള്ള നമ്മുടേതെല്ലാവരുടേതുമാണ്. ആ ഉപദേശം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആ പ്രവാചകൻ പറഞ്ഞു, വമയ്യഹ്ശു മിൻകും, നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ വഫാത്തിനു ശേഷം ജീവിക്കാൻ അവസരം കിട്ടിയാൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ അവൻ കാണേണ്ടി വരും. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ അവൻ കാണേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യണം സഹോദരങ്ങളെ? നമുക്കെതിര് പറയുന്നവർ കല്ലെറിയാനാണോ പറഞ്ഞത്? നമുക്കെതിര് പറഞ്ഞവരെ ബഹിഷ്കരിക്കാനാണോ പറഞ്ഞത്? നമ്മുടെ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ എന്തു ചെയ്യണമെന്ന് അശ്റഫുകൾക്ക് പറഞ്ഞു എന്ന് നേതൃത്വം കൊടുക്കുന്ന നല്ലവരായ സ്വാലിഹീങ്ങളായ നമ്മുടെ പണ്ഡിതന്മാരോട്, ഖതീബുമാരോടൊന്ന് വിനയത്തോടെ ചോദിച്ചു നോക്കൂ സഹോദരങ്ങളെ. നാട്ടിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ പരിഹാരമിതാ. റസൂലുള്ള പറയുന്നു, എനിക്കും നിങ്ങൾക്കും അത് സ്വീകരിച്ച് സഹോദരങ്ങളെ മനസ്സൊന്നായി, ഹൃദയമൊന്നായി, അയൽവാസികളായി, നാട്ടുകാരായി ജീവിക്കാം. റസൂലുള്ള പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീന മിനൽ മഹ്ദിയീൻ. അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ ഹദീസിലുണ്ടോ നോക്കണം, എന്റെ ഹദീസിലുണ്ടോ എന്ന് നോക്കണം.
സഹോദരങ്ങളെ, നോക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ. സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. വിവരമുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. കിതാബുൽ ജനായിസ് എന്ന അധ്യായമുണ്ട്. അതിൽ അബുൽ ഹയ്യാജ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. സഹോദരങ്ങളെ, ആ ഹദീസ് എടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചതായി പറയുന്നത്, അല്ലാ തദഉ ഇൻസാനൻ ഇല്ലാ തമസ്സഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ തബൈതഹു. അലിയെ അല്ലാത്തവൻ ഒരു പ്രതിരൂപത്തെയും ഒരു ബിംബത്തെയും ഒരു പ്രതിമയെയും നീ വിട്ടേക്കരുത്. ഇല്ലാത്തവൈതഹു, അതിനെ നീ നിരപ്പാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തൗഹീദ് മക്കത്ത് പുലർന്നു കഴിഞ്ഞു. കഅബാലയത്തിലെ 360 ബിംബങ്ങൾ പുറത്തായി. അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ആ നാട്ടിൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, മക്ക എന്ന ഇസ്ലാമിന്റെ നാട്ടിൽ ഒരു പ്രതിമയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അലിയെ തച്ചുടച്ചുകൊള്ളൂ. പൂർവികർ ആരാധിച്ചതിന് ഇവിടെ ആരും അതിന്റെ ആവശ്യക്കാരില്ല. അല്ലാത്തടത്തിൻസാലൻ ഇല്ലാത്തവസ്ഥവും. രണ്ടാമത്തെ വാക്യം സ്വഹീഹ് മുസ്ലിമിൽ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിപ്പിക്കണം. വലാ ഖബറൻ ഇല്ലാത്തവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും അലിയെ നീ വിട്ടേക്കരുത്. ഇല്ലാത്തവൈതഹു, അതിനെ നിരപ്പാക്കിയിരിക്കണം. പള്ളിപ്പറമ്പ് നമ്മുടേതെല്ലാവരുടേതുമാണ് സഹോദരങ്ങളെ. നാട്ടുപ്രമാണിയുടേതല്ല, നാട്ടുരാജാവിന്റേതല്ല, നാട്ടുത്തെ മഹത്തുക്കളുടേതല്ല, നേതാവിന്റേതല്ല, മന്ത്രിയുടേതല്ല. ഇവിടെ എല്ലാവരുടെ കബറുകൾക്കും ഒരേ ഉയരം, എല്ലാവർക്കും കബറിനും ഒരേ ആഴം, എല്ലാവരുടെ കബറിനും ഒരേ വലുപ്പം, ഒരു കബറിനും വ്യത്യാസമില്ല. ഇസ്ലാമിൽ ഉഹുദിന്റെ രക്തസാക്ഷികളുടെ കബറിടം മദീനത്ത് പോകുമ്പോൾ പോയി നോക്കൂ സഹോദര. പൊന്താറുണ്ടത്രേ കബർ. പൊന്തുമെങ്കിൽ സയ്യിദ് ശുഹദാൽ ഹംസത്ത് എന്നോരെ കബർ പൊന്തിയോ സഹോദരങ്ങളെ? മദീനത്തുള്ളവരോട് വിളിച്ചു ചോദിക്കൂ, മദീനത്തുള്ളവരോട് വിളിച്ചു ചോദിക്കൂ. ഉഹുദ് രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ പുത്തുകളായ സ്വഹാബത്തിന്റെ കബറിൽ ഒന്നെങ്കിലും പൊന്തിയോ എന്ന് ചോദിക്കൂ സഹോദരങ്ങളെ. സ്വഹാബത്തിനെ നോക്കൂ. സത്യം മനസ്സിലാക്കാൻ അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ സ്വീകരിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചരിതരായ എന്റെ സ്വഹാബത്തിന്റെ മാർഗം. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങൾ ആചരിച്ചു വന്ന ആചാരങ്ങളെ കൊണ്ട് നിങ്ങളെ മനസ്സിനെ മുറിവേൽപ്പിക്കാനല്ല, നിങ്ങളുടെ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് മതിപ്പ് കുറയാനല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്നാലോചിച്ചു നോക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ. സ്വഹാബത്തിൽ ഉത്തമരായ ഖുലഫാഉർ റാഷിദീങ്ങളായ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ചോദിക്കൂ സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഉഹുദ് രണാങ്കണത്തിൽ അമ്പുകൾ ആ പരിശുദ്ധ ദേഹത്ത് പറ്റാതിരിക്കുവാൻ, ആ പരിശുദ്ധ ദേഹത്ത് മുറിവേൽക്കാതിരിക്കാൻ, ആ പരിശുദ്ധ ജീവൻ അപകടപ്പെടാതിരിക്കാൻ സഹോദരങ്ങളെ കയ്യിലുള്ള പരിച പോലെ ആ ദേഹത്തോടൊട്ടി ചേർന്നു നിന്നവരെ അമ്പെയ്ത് ശത്രുക്കൾ അവസാനം വീഴ്ത്തുമ്പോൾ മുള്ളൻ പന്നിയുടെ ദേഹത്ത് മുള്ളുള്ള പോലെ ആ സ്വഹാബത്തിന്റെ ദേഹത്ത് അമ്പുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ സ്നേഹിച്ച മഹാത്മാക്കൾ സ്നേഹത്തിന്റെ ആഴമാലോചിച്ചു സഹോദരങ്ങളെ. റസൂലുള്ളാഹിന്റെ റഫീഖായി, റസൂലുള്ളാഹിന്റെ സുഹൃത്തായി, റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി, മക്കയിൽ നിന്ന് മദീന വരെ കൂടെ പോയ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി
സൗർ ഗുഹയിൽ വെച്ച് ത്യാഗം നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാന്റെ വിരിപ്പിൽ അപകടപ്പെടുത്തും റസൂലുള്ളയെ വധിക്കാൻ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ ആ വിരിപ്പിൽ കടക്കാൻ ആത്മധൈര്യം കാണിച്ച അലിയെന്നോരെ പരിചയമില്ലേ സഹോദരങ്ങളെ? ഇനി ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളയെ സ്നേഹിക്കുന്നവർ റബീഉൽ അവ്വൽ 12 അന്ന് അങ്ങാടിയിൽ ജാഥ വിളിക്കുമ്പോൾ, പള്ളികളിൽ തോരണങ്ങൾ തൂക്കുമ്പോൾ, കുട്ടികൾ പാട്ടുപാടുമ്പോൾ, സഹോദരങ്ങളെ ചെണ്ടമുട്ടുമ്പോൾ, ഡപ്പ് കളിച്ച് കുട്ടികൾ റോഡുകളെ ബ്ലോക്കാക്കുമ്പോൾ, ജില്ലാ റാലികൾ നടത്തുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചു, നിങ്ങളെ എണ്ണം കണ്ട് പേടിച്ചിട്ടല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവർ, റസൂലുള്ളാഹിനെ സ്നേഹിച്ച സഹാബത്ത്, സഹോദരങ്ങളെ റബീഉൽ അവ്വലിൻ 12 അന്ന് അവരൊരു പുലാവി കുടിച്ചോ? അവർ മദീനത്തെ മസ്ജിദുൻ നബവിയെ അലങ്കരിച്ചോ? അവർ ജനങ്ങളെ പള്ളിയിൽ വിളിച്ചുകൂട്ടിയോ? അവരൊരു ഭക്ഷണമുണ്ടാക്കിയോ? ഇന്ന് വരെ ആരും അറിഞ്ഞില്ല. ഉണ്ടെന്ന് സഹോദരങ്ങളെ, ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം വന്നൊരാചാരം ഇസ്ലാമിലില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയില്ലേ? റസൂലുള്ളയെ സ്നേഹിക്കാത്തവരെന്ന്, റസൂലുള്ളയെ സ്നേഹിച്ച് നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കാത്തവരെന്ന്. സഹോദരങ്ങളെ ആലോചിച്ച് സഹാബത്ത് ചെയ്യാനിട്ടാണ്. ആൾക്കാർ എന്നോട് ചോദിച്ചു, അല്ല ഈ മരിച്ചോടത്ത് ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോ വർത്താനം പറയുന്നേക്കാളും പത്രം വായിക്കുന്നേക്കാളും നല്ലതല്ലേ ഖുർആൻ ഓതുന്നത്? സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നത് നല്ല അറിയാനിട്ടല്ല. എല്ലാ ദിവസവും നേരം വെളുത്താൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് മുസാഫിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. സ്വന്തം വാപ്പ മരിച്ചാൽ 200-300 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. വീട്ടിലെ ഓരോ കുട്ടിക്കും ഖുർആൻ സുന്ദരമായി ഓതും. ഉറക്കം തൂങ്ങിയല്ല സഹോദരങ്ങൾ, വിട്ടുപോയിട്ടല്ല, മുക്കി പറഞ്ഞിട്ടല്ല, ശരിക്കും ഓതാൻ പറ്റും. നമുക്ക് എന്തേ ഓതാത്തത്? അബൂബക്കർ സിദ്ദീഖ് എന്നൊരു വഫാത്തായിടത്ത് ഹാഫിളീങ്ങൾ അനവധിയുള്ള നാട്ടിൽ മദീനത്തൊരാളും ഖുർആൻ ഓതിയില്ല. ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഉമർ ഖത്താബ് കുത്തേറ്റ് കിടക്കുന്നിടത്താരും ഖുർആൻ ഓതിയില്ല. ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ജീവിച്ചിരിക്കുന്ന സഹാബത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നോരുടെ വഫാത്തിന്റെ സമയത്താരും ഖുർആൻ ഓതിയില്ല. സ്വഹാബത്ത് ചെയ്തില്ല, അഹ്ലുസ് സുന്നത്ത് ചെയ്തില്ല, വൽ ജമാഅത്ത് സഹാബത്ത് ചെയ്തില്ല. അതുകൊണ്ടാ സഹോദരങ്ങളെ, പിന്നെ പെങ്ങൾ ചെയ്യിപ്പിക്കണമൊക്കെ സഹോദരങ്ങളെ, ഈ മരിച്ചു കിടക്കുന്ന ആളെ നന്മ വിചാരിച്ചിട്ടാ. മരിച്ചു കിടക്കുന്ന ആളെ നന്മ വിചാരിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേ അവിടെ ചെയ്യുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് അപ്പുറത്ത് ചെയ്താലേ വിദഅത്തോട് കൂടെയുള്ള ജനാധിപത്യരാണ്. നിന്റെ വാപ്പയുടെ മരിച്ച ഞാൻ ഉറപ്പാക്കും. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ സമയത്ത് പഠിപ്പിക്കാത്തതൊന്നും എന്റെ വാപ്പയ്ക്ക് ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തും. മരിച്ച എന്റെ വീട്ടിൽ വികാത്തില്ലാതിരിക്കാൻ വേണ്ടി. ഒരാൾ മരിച്ചാൽ യാസീൻ, ഒരാൾ മരിച്ചാൽ അൽക്കൗഫ്, ഒരാൾ മരിച്ചാൽ സൂറത്തുൻ നാസ്, ഒരാൾ മരിച്ചാൽ അൽക്കാരിയ, ഒരാൾ മരിച്ചാൽ 1.5 മണിക്കൂർ പ്രാർത്ഥന, ഒരാൾ മരിച്ചാൽ 5 മിനിറ്റ് പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമാണ്. ഇതൊക്കെ എത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. അങ്ങനെ ഉണ്ടാവും. വലിയ മരിച്ചാൽ മയ്യത്തിന് എത്ര തക്ബീറ സഹോദരങ്ങളെ? നാട്ടിലെ കാരങ്ങൾ മരിച്ചാൽ 5 തക്ബീർ, സാധാരണക്കാർ മരിച്ച 4 തക്ബീർ. പണ്ഡിതൻ മരിച്ചാൽ 300 തക്ബീറോ? ഇസ്ലാമിലൊരു രൂപമില്ലേ സഹോദരങ്ങളെ? ആ രൂപം എങ്ങനെ തെറ്റും? ഇതൊക്കെ കണ്ട മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമുക്കുണ്ട്. നമ്മൾ ഇസ്ലാമിലുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഒരു തുണിക്കഷ്ടത്തിൽ ഇരുന്നിട്ട് മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു, അല്ലാഹു റബ്ബി ഖുർആനും ഇമാമിയും എഴുതി വെച്ചാൽ ആ ഖബറിലുള്ളവൻ കള്ളുകുടിയനും തോന്നിവാസിയുമാണെങ്കിൽ അയാൾ അതിന് ഉത്തരം പറയുമെന്ന് സഹോദരങ്ങളെ ആരാ വിശ്വസിക്കാം? ഏതെങ്കിലും സഹാബി തന്റെ കയ്യിൽ മറ്റുമുഖിയിട്ട് ആരെങ്കിലും മുഖത്തങ്ങനെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇത് സ്നേഹത്തോടുള്ള ചോദ്യമാണ്. ഞാൻ വികാരം കൊള്ളുന്ന എന്തുകൊണ്ടാ വെച്ചാൽ അത്രയും വലിയൊരു പ്രശ്നം, പ്രയാസം ഞങ്ങളെ സഹോദരങ്ങൾക്ക് വീഴ്ചയുണ്ടാകും. ഞങ്ങളെ വികാരത്തിൽ പ്രതികരിക്കുന്ന ആളെയാണ്. വേദന തോന്നുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ ഉൾക്കൊണ്ട ഒരു സത്യമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇതിനേക്കാളും വലുതുണ്ട് സഹോദരങ്ങളെ. ഏത് വിശ്വാസം നോക്കൂ, ക്രിസ്ത്യാനികളുടെ വീടുകളിൽ സ്റ്റാർ തൂങ്ങിക്കിടക്കുന്നു. നമുക്കാർക്കെങ്കിലും പ്രയാസം തോന്നുന്നു? ഓരോ വിശ്വാസം തൂക്കിക്കൂടെ സഹോദരങ്ങളെ. അവനവന്റെ വിശ്വാസം അനുസരിച്ച് അവനവന്റെ മക്കളെ പുതിവെണ്ണും പുതിയാപ്പിളയുമായി അയക്കാൻ സമ്മതിക്കാത്തൊരു ലോകം. മനസ്സിന് വികാരം തോന്നുന്നത് സഹോദരങ്ങളെ. ഇതിലിടപെടാൻ ആർക്കെന്ത് അധികാരം? സഹോദരങ്ങളെ, എന്റെ ഗേറ്റിനുള്ളിൽ നടക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ ആർക്കെന്ത് അധികാരം? എന്റെ മകളെ കെട്ടിക്കേണ്ടത് എന്റെ തീരുമാനപ്രകാരമാണ്.
നാം ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇസ്ലാമിൽ സുന്നത്തുകളെ സ്വീകരിച്ചതിനോ സ്വഹാബത്തിന്റെ മാർഗത്തെ പിൻപറ്റിയതിനോ എന്താ സഹോദരങ്ങളെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ സ്വീകരിച്ച് സ്വഹാബത്തിനെ കൈയൊഴിച്ചാൽ എന്താ പ്രശ്നം നിങ്ങൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൂടെ. നിങ്ങൾ വരുമോ സഹോദരങ്ങളെ അന്ന് നാട്ടിലെ ആചാരങ്ങളെ സ്വീകരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും കൈയൊഴിച്ചാൽ നാളെ നരകത്തിന്റെ അഗ്നിജ്വാല തൊളിച്ചാൽ നിങ്ങൾ വരുമോ സഹോദരങ്ങളെ അവിടെ? നിങ്ങൾ കമ്മിറ്റി കൂടി വരുമോ അവിടെ? നിങ്ങൾ നാട്ടുകാരെ കൂടി വരുമോ അവിടെ? റസൂൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, മാത്സര്യം കാണിച്ചാൽ, സത്യമേതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം റസൂലുള്ളാഹി ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, നാട്ടുകാരെ പേടിച്ചിട്ട്, രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ട്, കോടതിയെ പേടിച്ചിട്ട് ആരെങ്കിലും എതിര് കാണിച്ചാൽ അവനുള്ള പരിധി പടച്ചവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ ആയത്ത് ഇറയാർന്ന കൈകളോടെ വെച്ച് ഞങ്ങൾ പഠിച്ചു. അവൻ തിരിഞ്ഞു പോയോടത്തെ കവല ഞാൻ തിരിച്ചുവിടും. നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. എത്ര മോശപ്പെട്ട സ്ഥലം! അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതിനെതിരെ ചെയ്താൽ നരകത്തിലേക്കാണ് സഹോദരങ്ങളെ പോവുക. നരകത്തിൽ വലുതല്ല സഹോദരങ്ങളെ ഒറ്റപ്പെടൽ, നരകത്തെക്കാളും വലുതല്ല സഹോദരങ്ങളെ ബഹിഷ്കരണം, നരകത്തെക്കാളും വലുതല്ല സഹോദരങ്ങളെ ഈ നാട്ടിലെ വിമർശനങ്ങൾ, നരകത്തെക്കാളും വലുതല്ല സഹോദരങ്ങളെ ഇവിടുത്തെ ഒറ്റപ്പെടൽ. അതുകൊണ്ട് നരകത്തെക്കാളും ഞങ്ങൾക്കിഷ്ടം ഇവിടുത്തെ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണെന്ന് എന്റെ സഹോദരന്മാരുടെ തെറ്റിദ്ധാരണ തീർക്കാൻ പറഞ്ഞു തരികയാണ്. പരിശോധിച്ചൂടി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹാബത്ത് ചെയ്ത കാര്യം ഏതെങ്കിലും ഞങ്ങൾ ചെയ്യാത്തുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ആരോട് ചോദിച്ചോളൂ. ആയിരക്കണക്കിന് വക്തിന് മസ്ജിദുൻ നബവിന്റെ റൗളയ്ക്ക് സമീപം, റൗള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറല്ല സഹോദരങ്ങളെ, ആ വീടിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം, അവിടെ ആ മിഹ്റാബിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എത്ര വക്തിന് ഇമാമു നിന്നു സഹോദരങ്ങളെ. അന്വേഷിക്കൂ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്തുവെന്ന് സഹോദരങ്ങളെ ഒരു ഹദീസിന്റെ കഷ്ണം കാണിച്ചു തന്നാൽ അതിന്റെ പിറ്റേന്നത്തെ വക്തിൽ കേരളത്തിലെ മുഴുവൻ മുജാഹിദ് പള്ളികളിലും ഇന്നു കേൾക്കുന്നതിനേക്കാളും സുന്ദരമായി മനോഹരമായി ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകളും മാത്രം ചൊല്ലി ഞങ്ങളുടെ 10,000-കണക്കിന് ആളുകൾ ആമീൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വാശിയില്ല സഹോദര, വാശിയില്ല സഹോദര. ഇനി കേട്ടോ, വ്യത്യസ്ത പള്ളികളിൽ ജമാഅത്തിന് കൂടുന്നവർക്കറിയാം, ഓരോ ഉസ്താദുമാരും തങ്ങൾക്ക് മനസ്സിൽ വരുന്നത് പ്രാർത്ഥിക്കുന്നു. ഏകീകരിച്ച രൂപമില്ല. ഏകീകരിച്ച രൂപമുള്ളത് ഏതിനാണ്? നമസ്കാര ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷം മാത്രം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക യാ ദൽ ജലാലി വൽ ഇക്റാം. പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും ഒന്നാണ്, പഠിപ്പിക്കാത്തത് ഇമാമിങ്ങൾക്ക് തോന്നിയ പോലെയാണ്. ഓരോരുത്തർക്ക് എന്തേ തോന്നി പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, നിസ്കാര ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയായിട്ട് എണ്ണി തെരഞ്ഞാൽ ശിക്ഷ ഏതുള്ളവരെങ്കിൽ ബാക്കി ദിക്റ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ദിക്റാണ്, സുബ്ഹാനല്ലാഹ് ദിക്റാണ്, അല്ലാഹു അക്ബർ ദിക്റാണ്, അൽഹംദുലില്ലാഹ് ദിക്റാണ്. പ്രാർത്ഥനയായി പഠിപ്പിച്ച പ്രാർത്ഥന സഹോദരങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പറയാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത്ര മാത്രം. എന്താ കേൾക്കണോ? നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞാലുള്ള പ്രാർത്ഥന തെരഞ്ഞാൽ കിട്ടും, ഉറക്കം കഴിഞ്ഞാലുള്ള പ്രാർത്ഥന തെരഞ്ഞാൽ കിട്ടും, നിക്കാഹ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന തെരഞ്ഞാൽ കിട്ടും, നിസ്കാരം കഴിഞ്ഞാൽ ദിക്റേ കിട്ടും. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്കും നമുക്ക് ഇഷ്ടമുള്ളത് പഠിച്ചവരോട് ചോദിക്കാം. ഭാര്യ ലേബർ റൂമിലാണെങ്കിൽ ഓനത് ചോദിച്ചോട്ടെ. എന്തിനാ സഹോദരങ്ങളെ ആ സാധനം തടസ്സപ്പെടുത്തുന്ന അത് ചോദിച്ചോട്ടെ. ഓന്റെ 5 ആക്സിഡന്റ് ആയിട്ട് ഐസിയുലാണെങ്കിൽ ഓനത് ചോദിച്ചോട്ടെ. അള്ളാഹിനോടല്ലേ ഒരു ഇഷ്ടമല്ലേ ചോദിച്ചോട്ടെ.
സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്കുള്ള അവസരം കൊടുക്കും. ഇപ്പൊ എന്താരെങ്കിലും കഷ്ടം തോന്നുന്ന ചില സ്ഥലത്ത് ചെന്നാൻ തെറ്റാൽ നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റിന് പോലും സമയം കൊടുക്കുന്നില്ല സഹോദരങ്ങളെ. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഞാൻ എല്ലാ സ്ഥലം പറയില്ല. ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 വട്ടം പറയാനുള്ള സമയം കൊടുക്കാതെ ഉടനെ തന്നെ പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടം. സഹോദരങ്ങളെ സുന്നത്തുകൾ പോലും നാട്ടിൽ നിന്ന് പോവുകയാണോ? വിദ്യാർത്ഥികളെ കൊണ്ട് നാം ആലോചിക്കണം, ചിന്തിക്കണം. സഹോദരങ്ങളെ ഇതൊന്നും നമ്മളെപ്പറ്റി തെറ്റിദ്ധരിച്ചതുകൊണ്ട് തിരുത്തേണ്ടി വന്നതാണ്. കാരണം ആലോചിച്ചൊക്കെ ഞാൻ എന്തൊരു കാര്യത്തിനും നമ്മളോട് അങ്ങേയറ്റത്തെ സ്നേഹവും സന്തോഷവും കാണിച്ചു തലമുറകളോളം നമ്മളെ കൂടെ ജീവിച്ച ആളുകൾ ഏറ്റവും സന്തോഷത്തോടെ വരുന്ന ഒരു കല്യാണ ദിവസം ഒരു സംശയം, പോണോ അവന്റെ വീട്ടിൽ? എത്രമാത്രം തെറ്റിദ്ധാരണ വേണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ? വേണ്ടേ? നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയല്ലേ. ഒരാൾ മരിച്ചാൽ സഹോദരങ്ങളെ ഏത് ജാതിയാന്ന് കൂടി നമ്മൾ നോക്കും. അന്ന് നമ്മളവിടെ ഓടിയെത്തൂലേ. ഓൻ ചിലപ്പോൾ നമ്മളെ സ്ഥലം വെട്ടിക്കുറിച്ചോനേക്കാരം, ഓൻ ചിലപ്പോൾ നമ്മളെ കുട്ടികളെ ഉപദ്രവിച്ചോനേക്കാരം, ഓന്റെ വാഹനം മുട്ടി നമ്മളെ കുടുംബത്തിലൊരാൾ മരിച്ചിട്ടുണ്ടാവും. എന്താ ഓൻ മരിച്ചോട്ട് പോകാതെ പോകും. ഈ കല്യാണപ്പന്തൽ ഒരുമിച്ച് കൂടുകളൊക്കെ സഹോദരങ്ങളെ നമ്മളെ രാഷ്ട്രീയ വിരോധമുള്ളവർ വരുന്നില്ലേ നമ്മളെ കല്യാണത്തിന്? നമ്മുടെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാർ വരുന്നില്ലേ നമ്മളെ കല്യാണത്തിന്? കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ സഹോദരങ്ങളെ? നാട്ടിലുള്ളവരുടെ മുഴുവനും സൗഹൃദമുണ്ടാക്കാനുള്ള സന്തോഷ സംഗമങ്ങൾ, അതും സങ്കടത്തിന്റെ ഭൂമികളാക്കി മാറ്റുന്ന സഹോദരങ്ങളെ. എല്ലാ വിരോധികളുടെയും മനസ്സടുപ്പിക്കാനുള്ള സമയമാണ് കല്യാണം. വിളിക്കല് ഒരു കല്യാണം കഴിച്ച ഭാഗത്ത് കാത്തിക്കണത് മനസ്സകലമുള്ളവരെ വിളിക്കാൻ. സഹോദരങ്ങൾ ഇതൊക്കെ ഒരു സാമാന്യം ഒരു ദീനും പഠിക്കാത്ത സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം മനസ്സിലാക്കാൻ വിശാലമായ മാർഗങ്ങളുണ്ട്. സഹോദരങ്ങളെ അറിയാൻ ശ്രമിച്ചു ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ വിവാദമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏതു കാര്യത്തിലും സഹോദരങ്ങളെ പറയണ ഉസ്താദന്മാരായ ഞങ്ങളുടെ ഒരു ഗുണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ഈ നിക്കാഹിന് മലയാളത്തിൽ കുത്തുകയും അതേപോലെ തന്നെ അവിടെ വേറെ നോക്ക്. നിങ്ങൾ പെരിന്തൽമണ്ണ പള്ളിയുടെ ലഡ്ജെടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ, ഞാൻ പെരിന്തൽമണ്ണ പള്ളിയിലെ ഖത്തീബാണ് 9 കൊല്ലായി. സഹോദരങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, പറച്ചാൽ കൂടി എന്നോളും. പക്ഷേ അവിടെ നടത്തിയ ഒരു നിക്കാഹിനുണ്ടല്ലോ, ഇതിന്റെ ഈ വലത്തെ കൈ കൊണ്ട് 10 ഉറുപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല. എന്ത് വാങ്ങായിരുന്നു? ഞാൻ നടത്തുന്ന നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മകന്റെ സുഹൃത്തുക്കളെ നിക്കാഹാണ്. ഓന്റെ കല്യാണത്തിൽ പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കായ് വാങ്ങിപ്പോരാൻ ഒരേ മനോവേദന എനിക്കില്ല. പിന്നെ ഇസ്ലാമിന്റെ നിയമപ്രകാരം എനിക്ക് എന്ത് പങ്കായില്ല? ഒരു നിക്കാഹിൽ എനിക്ക് എന്ത് പങ്ക്? സഹോദരങ്ങളെ നിങ്ങളൊരു ഫിഖ്ഹിന്റെ പുസ്തകം വെച്ച് വായിക്കും. ഒരു നിക്കാഹ് നടക്കണമെങ്കിൽ മിനിമം വേണ്ടത് എന്താണെന്ന് നിങ്ങൾ വിവരങ്ങളോട് ചോദിച്ചു. അപ്പഴേ നല്ല മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിക്കാഹ് നടക്കാനുള്ള കാര്യങ്ങൾ: ഒന്ന് വരൻ, ഒന്ന് വലിയ വലിയ വധുവിന്റെ പിതാവാകാം, പിന്നെ മഹർ, ഇതിന് സാക്ഷിയാകാൻ 2 ആള്. നിങ്ങൾ ആരോട് ചോദിച്ചു? അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കേൾക്കണോ? നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നില്ല അറബിയിലും മലയാളത്തിലും, അത് ഇവർക്ക് അറിയാനില്ല സഹോദരങ്ങളെ. നമ്മളെന്താ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അയാൾ പറയേണ്ട വാചകം നമ്മൾ പറയാണ്. എന്റെ മകളല്ല, എന്റെ മകളാണ്. മൂപ്പര മകളാണെന്ന് നിന്റെ മകളെന്ന് അയാൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കാണ്. അയാൾക്ക് അത് അറിയെങ്കിൽ ഞാൻ പറയണോ? അത് മലയാളത്തിലാണെങ്കിലും അയാൾക്കൊരു വിഷമം ഉണ്ടാവില്ല പറയാൻ. സഹോദരങ്ങളെ അവിടെ ഞാൻ വേണ്ട. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു കുത്തുബ നിർവഹിക്കുക എന്നുള്ളത് എന്താണ്? ആവശ്യമാണെങ്കിൽ ചെയ്യാന്നുള്ളൂ. അതും അതിന്റെ സ്വീകാര്യതയ്ക്ക് നിർബന്ധമല്ല. പക്ഷെ നമ്മൾ ആളുകൾക്ക് ഒരു ഉത്ബോധനക്ക് കിട്ടാൻ സഹായകമാകും. ഈ കുത്തുബ എല്ലാവരും ചെയ്യുന്നുണ്ട്, ആ കുത്തുബ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ അറബിയുള്ളൂ, നമ്മൾ അതേ ആയത്തും അതിൽ തന്നെ ഓതാം. ഞങ്ങളത് മലയാളത്തിൽ പറഞ്ഞ് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ പല ആൾക്കാരും നിസ്കരിക്കാത്തവരും ദീനില്ലാത്തവരും ഒക്കെ വരുന്നുണ്ടാവും. ഒരാൾക്ക് കേട്ട് നന്നാകുവാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് മാത്രമേ അതുകൊണ്ട് വിചാരിക്കുന്നുള്ളൂ. ഇത് ആരുടെ നന്മക്കാ സഹോദരങ്ങളെങ്കിൽ കേട്ടോടി. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. ഞങ്ങളോട് സത്യം പറയാണ്, എനിക്ക് അങ്ങേയറ്റ സന്തോഷമുണ്ടായി. കോളേജിലെ ദിവസമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് നിക്കാഹിൽ പങ്കെടുത്തപ്പോൾ ആ വീട്ടിൽ കുട്ടിക്ക് വാപ്പ മരിച്ചു പോയതാണ്. അനാഥ കുട്ടിയാണ്. ഒരു അനാഥാലയത്തിലാണ് ആ കുട്ടി. ഞങ്ങളെ കോളേജിൽ വരുന്നത് ഒരു അനാഥാലയത്തിലാണ്. ആ കുട്ടിക്ക് ആങ്ങളാരി കടം വാങ്ങിച്ചിട്ട് പണ്ടം വാങ്ങും. ആ ചെക്കൻ ഒന്നും ചോദിച്ചിട്ടില്ല.
ഒന്നും ചോദിച്ചിട്ടില്ല തന്നില്ല, പണ്ടോ ചോദിച്ചില്ല, പണം ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു നാട്ടുമര്യാദക്ക് ഇതിന്റെ കടം വാങ്ങി കൊടുക്കാൻ വാപ്പല്ലേ. അതില് പണ്ടൊക്കെ വാങ്ങി വന്നിട്ട് ഇവന്റെ ഫോണ് എന്താ ഫോണ്, അല്ല നിങ്ങള് ആഭരണമൊക്കെ വാങ്ങിയോ? ആ വാങ്ങി. ഞങ്ങൾ എങ്ങനെ വാങ്ങി? നിങ്ങൾ കുറച്ച് പൈസ അവിടെ നിന്നൊക്കെ അടിച്ചിട്ട് നിങ്ങളെ എവിടെ വാങ്ങിച്ചാൽ അവിടെ തന്നെ കൊണ്ടേ കൊടുത്തേ. ഓൾക്കുള്ള തുണി കുപ്പായോ പണ്ടോ പണമോ ഒക്കെ ഞാൻ വാങ്ങി. പറയൂ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം. ഇത് നാട്ടിൽ വരാൻ സഹോദരങ്ങളെ കൂടെ നിൽക്കുന്നത്. പെൺകുട്ടികൾക്ക് മനസ്സമാധാനത്തോടെ കടന്നുറങ്ങും. സ്ത്രീധനത്തിന് ശതമാനം, മഹറിന്റെ ശതമാനം, എന്തൊക്കെ ശതമാനം സഹോദരങ്ങളെ പള്ളിക്ക് കൊടുക്കണേ. സഹോദരങ്ങളെ, പള്ളിക്ക് നിങ്ങൾ പരിശുദ്ധമായ പണം കൊടുക്കി, നല്ല പൈസ കൊടുക്കി. ഇങ്ങനെ ഒന്നും പിരിക്കണ്ട. നമ്മുടെ പള്ളിക്ക് ഒരു മാസം 25,000 രൂപ ചെലവുണ്ടോ സഹോദരങ്ങൾ? ഒരു നിക്കാഹിന്റെ പൈസയും വാങ്ങലില്ല. ഒരു മരിപ്പിന്റെ സുഹൃത്ത് പറയാൻ ഇപ്പൊ കയ്യിൽ നിന്നും പള്ളിക്ക് ഇന്നുപോലെ വാപ്പ മരിച്ചിട്ട് എത്ര ദിവസമായിട്ടുള്ളൂ? 42,000 രൂപ ചെലവായി. 42,000. നിങ്ങൾക്ക് സംശയം തോന്നുന്നെങ്കിൽ ഞാൻ അവന്റെ ഫോൺ നമ്പർ അത്രേ ഉള്ളൂ. 42,000 രൂപ. സഹോദരങ്ങളെ, ഇതിന് മാറ്റം വേണം. നമ്മൾക്ക് എന്താ ചെലവ് പറയുന്നത്? നമുക്ക് കബർസ്ഥാനുകൾ സൗകര്യങ്ങളൊക്കെ എന്താ ചെലവ്? സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കാരെങ്കിലും ഒരു മയ്യത്ത് കുളിപ്പിച്ചിട്ട് പൈസ കൊടുക്കും. മയ്യത്ത് കുളിപ്പിക്കാരെങ്കിലും എന്റെ ഭാര്യ മരിച്ചാൽ ഞാനാ കുളിപ്പിക്കും, ബാപ്പാനെ മക്കളെ കുളിപ്പിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യയെ കുളിപ്പിക്കാം. സഹോദരങ്ങളെ, അത് പറ്റും. ഇത് വസ്ത്രമയച്ചിട്ടുള്ള പരിപാടിയാണ്. നാട്ടിനെ മുഴുവൻ തുറന്നുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ പറഞ്ഞത്, നീ മരിച്ചാൽ നിന്നെ ഞാൻ കുളിപ്പിക്കുന്നു. അതിന് കൂലെടുക്കണം സഹോദരൻ. പിന്നെ ഏറ്റവും ലളിതമായ വസ്ത്രമാണ്, കോറ തുണി കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവർക്കാണ്.